ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് വ്ളോഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ പഴം എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതിനെ ചൂരിപ്പഴം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഞാനിതുപോലെ തൊടിയിൽ കൂടെ പോയപ്പോൾ കണ്ടതാണ്. നിറച്ചങ്ങോട്ട് കായുണ്ട് ചെടിയിൽ. ചിലത് മാത്രമേ പഴുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മകൾ, സ്കൂളിൽ പോകുമ്പോഴൊക്കെ പറിച്ചു തിന്ന ആ ഒരു ഓർമ്മ വന്ന് എനിക്കിത് കണ്ടപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് വലിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു മുള്ളിട്ട ചെടിയാണിത്. അപ്പോൾ ചൂരിമുള്ളെന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിലുള്ള ഈ കായനെ നമ്മൾ ചൂരിപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ അതേ പഴുത്തതൊക്കെ ഞാൻ കുറച്ച് വലിച്ചെടുക്കുന്നുണ്ട്. ചിലതാണെങ്കിൽ ഒരു മീഡിയം പഴുപ്പായിട്ടുണ്ട്. മണിക്ക അതിനെന്താ കുഴപ്പം? വർത്താനം പറയാ, അരി കേട്ടോട്ടെ. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മകളിലേക്ക് പോകുന്നതല്ലേ. എനിക്കിഷ്ടന്നെ. ഇതൊക്കെ എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ നമുക്ക് ഈ ചാൻസ് അല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു സംശയം, വർത്തമാനം പറയാൻ പാടുള്ളൂ എന്നുള്ളത്. അതാണ് ഇടയിൽ ഇങ്ങനൊരു സംസാരം വന്നത്. അപ്പോൾ വലിയൊരു കാടാണ് അത്. അതിൻ്റെ ഇടയിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് ഇത് വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നേരെ മുണ്ടാണെങ്കിൽ നിന്നെയും കിട്ടിയിട്ടുണ്ട്, എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വേറലാവട്ടെ. പറിച്ചിട്ട് കുറച്ച് കൊണ്ടുപോയിക്കോ, വലിച്ചോ. ഇതൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വലിച്ച ഓർമ്മ. പിന്നെ സ്കൂളിൽ പോയിട്ട് വലിക്കണ്ടാരോ വലിച്ച. അതെ, അന്ന് വരുമ്പോൾ പക്ഷേ ഇത് ഇത്ര പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പോയിപ്പോൾ കൊയ്ഞ്ഞൊക്കെ പറയും. അല്ലേ, പല പന്നി കാട്ടിലുണ്ടെങ്കിൽ കുത്തി കീറിയിട്ട് പോകും, പന്നിയിട്ട് പോകും. എനിക്ക് എന്താ വേണ്ടി വെച്ചിട്ട് വൈകുന്നേരമൊക്കെ. അതെ, പക്ഷേ നല്ല വെയിലായിപ്പോയി. എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം നാട്ടിൽ വന്നപ്പോൾ വെള്ളം മാറിയതുകൊണ്ട് നന്നായിട്ട് ജലദോഷമൊക്കെ പിടിച്ചു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വോയിസിൽ. നല്ല വെയിലായതുകൊണ്ട് വീഡിയോ അധികം ക്ലിയറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വയസ്സായി, കുട്ടിക്കാലത്ത് ഇപ്പോൾ വയസ്സൊക്കെ ആയി, വയസ്സും പ്രായമൊക്കെ ആയി. കുട്ടിക്കാലത്തൊരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് പഴം കണ്ടപ്പോൾ ഒരു ഓർമ്മ വന്നു. ചൂരിപ്പഴം എന്നാണ് നമ്മുടെ നാട്ടിലിതിന് പറയുന്നത്. അപ്പോൾ പക്ഷേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് വെച്ചാൽ അതൊന്ന് കമൻ്റ് ഇട്ടിട്ട് അറിയിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ല, വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ടപ്പോൾ വലിച്ചതാണ്. ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കൈയൊക്കെ മുറയെ ചോരയൊക്കെ വന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വലിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തുണിയിലൊക്കെ നല്ല ഒരു ജാതി പുല്ലിൽ ഉണ്ടാകുന്നൊരു മുള്ള് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലത്തതൊക്കെ ഫുള്ള് ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് ദേഹത്ത് കുത്തുമ്പോൾ നല്ല വേദനയുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ തന്നെ വഴിയിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഈ കായ ഇത്രയും ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട് ആ വെയിലത്ത് പോയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഇതിൻ്റെ പേര് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.